ഇന്ന് നമ്മൾ നോക്കുന്ന മാക്സ് ബി എന്ന് വരുത്തിയ ഒരു ഫോണിൻ്റെ ഡിസ്പ്ലേ ആണ്. ആസീസ് M1 പ്രോയുടെയാണ്. അത്യാവശ്യം തരക്കേടില്ലാത്ത ഒരു പാക്കിംഗ് ആണ് വരുന്നത്. ബബിൾ നെസ്റ്റും കാര്യങ്ങളും എല്ലാം തന്നെ ഉണ്ട്. പിന്നെ ആദ്യമേ പറയുകയാണെങ്കിൽ ഇതിൽ ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല. ആദ്യമേ ക്യാഷ് അടയ്ക്കേണ്ടി വരും, നമുക്ക് പേ ചെയ്യേണ്ടി വരും. അത് കുറച്ച് പേടിക്കേണ്ട കാര്യം. ഇത് വരുമോ വരൂലേ അങ്ങനത്തെ ഇതൊന്നും നോക്കണ്ട. സംഭവം ഡിസ്പ്ലേ ഒക്കെ കിട്ടുന്നുണ്ട്. ഞാൻ 2 പ്രാവശ്യം വരുത്തിയായിരുന്നു, അതിലൊന്നും വേറെ കുഴപ്പമൊന്നുമില്ല. പിന്നെ അത്യാവശ്യം കൊള്ളാമെന്നുള്ള ഡിസ്പ്ലേ ആണ്. ഇത് ഇത്തിരി നമ്മൾ ഓഫ്ലൈനിൽ നിന്ന് വാങ്ങുന്നതിലും അത്യാവശ്യം വെയിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത്യാവശ്യം കൊള്ളാമെന്നുള്ള ബിൽഡ് ക്വാളിറ്റി തന്നെയാണ് അത് എടുക്കുന്ന ഫീലിൽ. ഇനി നമുക്ക് ചെക്ക് ചെയ്ത് നോക്കുമ്പോഴേ ബാക്കി പറയാൻ കഴിയത്തുള്ളൂ. എന്തായാലും വേറെ കുഴപ്പമൊന്നും കാണുമായിരിക്കില്ല. പറഞ്ഞതുപോലെ തന്നെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അകത്ത് ലൈനും കാര്യങ്ങളൊന്നും തുടക്കത്തിൽ കാണുന്നില്ല. ഇനി എന്തായാലും ഫുള്ള് ഓണായി വരുമ്പോൾ നമുക്കറിയാൻ പറ്റും. ഇതിപ്പോൾ ഇതിൻ്റെ പൈസ പറയുകയാണെങ്കിൽ ഒരു 1200 രൂപയ്ക്കകത്തേ ആയിട്ടുള്ളൂ, ഇതിൻ്റെ ഡെലിവറി ചാർജ് ഉൾപ്പെടെ. പക്ഷേ ആ ഒരു പ്രൈസ് റേഞ്ചിന് കൊള്ളാം. പിന്നെ അതിൽ റിട്ടേൺ ഉണ്ട്, റീപ്ലേസ് ചെയ്ത് തരും എന്നാണ് അതിൽ കൊടുത്തിരുന്നത്. ഇതുവരെ വേറെ കംപ്ലൈൻ്റ് ഒന്നും വരാത്തതുകൊണ്ട് നമ്മൾ അതിനെപ്പറ്റി ചിന്തിച്ചിട്ടില്ല. പിന്നെ ടച്ചും കാര്യങ്ങളുമൊക്കെ ഓക്കെയാണ്. പിന്നെ ഇതിനു മുമ്പ് ഒരു ഓപ്പോ F11 പ്രോയുടെ ആയിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നു. അതും കൊള്ളാമെന്നുള്ള ഡിസ്പ്ലേ ആയിരുന്നു, പക്ഷേ അത് യൂണിവേഴ്സൽ പീസായിരുന്നു. ആ സംഭവം അങ്ങനത്തെ കോംബോ 2-3 മോഡലിൽ അത് സപ്പോർട്ടാവും, ആ ഒരു ഡിസ്പ്ലേയുടെ സൈസ് വെച്ച്. ഇതാണെങ്കിൽ ഈ ഡിസ്പ്ലേ കാര്യങ്ങളെല്ലാം കൊള്ളാം. നമുക്കിനി പ്രോപ്പറായിട്ട് അറിയണമെങ്കിൽ ഇത് ഫിക്സ് ചെയ്ത് നോക്കിയതിനായിട്ടൊക്കെ അറിയാൻ പറ്റത്തുള്ളൂ. പിന്നെ ഇപ്പോൾ തന്നെ ആ പാനലിലൊക്കെ പക്കയായിട്ട് ഇരിക്കുന്നുണ്ട്, ഫിക്സ് ആവുന്നുണ്ട്. വേറെ ഗ്യാപ്പും കാര്യങ്ങളൊന്നും ഇതുവരെ ഇല്ല. പിന്നെ ഓഫ്ലൈനിൽ നിന്ന് ഈ ഒരു പൈസയ്ക്ക് വാങ്ങുന്നത് വെച്ച് നോക്കുകയാണെങ്കിൽ ഇത് കൊള്ളാമെന്നുള്ളൊരു ഡിസ്പ്ലേ ആണ്. കാര്യം ഇപ്പോഴായിട്ട് വരുന്ന ഡിസ്പ്ലേ, ഏറ്റവും കുറഞ്ഞ ഡിസ്പ്ലേ എടുക്കുകയാണെങ്കിൽ സൈഡ് ചരിച്ചൊക്കെ നോക്കുമ്പോൾ, വേറെ ആംഗിളിൽ നിന്ന് നോക്കുമ്പോൾ അതിലൊരു ബ്ലൂ ഷെയ്ഡൊക്കെ കാണും. ഇതിൽ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ല. പിന്നെ മെയിനായിട്ട് പറയുകയാണെങ്കിൽ ഇതിലൊരു LCD ഡിസ്പ്ലേ വരുന്നത് കൊണ്ടാണെന്ന് തോന്നുന്നു. അത്യാവശ്യം ക്വാളിറ്റി ഉണ്ട് കിട്ടിയ ഡിസ്പ്ലേക്ക്. ഇത് ഡിസ്പ്ലേ ഫിക്സ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഉള്ളതാണ്. ഇതിൽ പറയണ ടച്ചും കാര്യങ്ങളൊക്കെ ഓക്കെ. ഇതും വേറെ പ്രശ്നങ്ങളൊന്നും കാണിക്കുന്നില്ല ഇതുവരെ. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ബ്രൈറ്റ്നസ്സാണ്. ബ്രൈറ്റ്നസ് കുറച്ച് കഴിഞ്ഞിരുന്നാലും ഇത് അത്യാവശ്യം നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട്. നമുക്ക് നോർമലി ഇവിടെ നിന്ന് ഓഫ്ലൈനിൽ നിന്ന് വാങ്ങുന്ന ഡിസ്പ്ലേ ഏറ്റവും കുറഞ്ഞ ഡിസ്പ്ലേ എടുക്കുമ്പോൾ ഇതിൻ്റെ ബ്രൈറ്റ്നസ് കുറച്ച് കഴിഞ്ഞാൽ പിന്നെ അത് നോക്കണ്ട, പിന്നെ ഉപയോഗിക്കുന്ന കാര്യത്തിൽ പാടായിരിക്കും. ഇത് അത്യാവശ്യം ബ്രൈറ്റ്നസ്സും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഈ മോഡലിന് ഇത് നല്ലൊരു ഡിസ്പ്ലേ ആണ്. അത്യാവശ്യം ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതുകൊണ്ട് എന്തായാലും വിശ്വസിച്ചെടുക്കാം. പിന്നെ ഇതിൽ നിന്ന് വേറെ ഡിസ്പ്ലേയിലൊന്നും നമ്മൾ ഇട്ട് നോക്കിയിട്ടില്ല. ഇനി വരികയാണെങ്കിൽ അതിൻ്റെ റിവ്യൂവും കൂടെ ചെയ്യാം.